ഇടപാട് ദുരൂഹം, കോഴമോളെ ലക്ഷ്യമിട്ട് ഇഡി. എക്സാലോജിക് CMRL കോഴ ഇടപാടിൽ വീണയാണ് പ്രധാന ഉന്നമെന്ന് വ്യക്തമാക്കുന്നതാണ് ഇഡി നീക്കം. CMRLലെ IT മാനേജർ NC ചന്ദ്രശേഖർ, സീനിയർ ഓഫീസർ അഞ്ജൂർ HL കുരുവിള എന്നിവർക്കാണ് ഇഡി ആദ്യം നോട്ടീസ് അയച്ചത്. IT സേവനങ്ങളുടെ പേരിലാണ് CMRL വീണയ്ക്കും എക്സാലോജിക്കിനും 1.72 കോടി രൂപ നൽകിയത്. IT ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് എന്ന നിലയിൽ വീണയെ 2017 ജനുവരിയിലും മാർച്ചിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മെയിൻ്റനൻസ് എന്ന പേരിൽ എക്സാലോജിക്കുമായും CMRL കരാറിലേർപ്പെട്ടു. വീണയ്ക്ക് പ്രതിമാസം 5 ലക്ഷവും എക്സാലോജിക്കിന് 3 ലക്ഷം രൂപ വീതവുമായിരുന്നു പ്രതിഫലം. എന്നാൽ വീണയും എക്സാലോജിക്കും യാതൊരു തരത്തിലുള്ള IT സേവനമോ സഹായമോ കമ്പനിക്ക് നൽകിയിട്ടില്ലെന്ന നിർണായക മൊഴി ആദായ നികുതി വകുപ്പിന് നൽകിയത് IT മാനേജർ NC ചന്ദ്രശേഖറാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചന്ദ്രശേഖറിന് ഇഡി നോട്ടീസ് അയച്ചത്. വീണയെ കൊടുക്കുന്ന മറ്റൊരു മൊഴി MD ശശിധരൻ കർത്തയുടെ തന്നെയാണ്. വീണയും കമ്പനിയും ഈ ദിവസം വരെ സോഫ്റ്റ്വെയർ എന്ന രീതിയിലോ മറ്റൊരു തരത്തിലോ CMRLന് യാതൊരു തരത്തിലുള്ള സേവനവും നൽകിയിട്ടില്ലെന്നും, എന്നാൽ മാസാമാസം കരാർ പ്രകാരമുള്ള തുക എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ടെന്നുമാണ് കർത്തയുടെ മൊഴി. വീണയ്ക്കെതിരെ സമാനമായ മൊഴി നൽകിയ മറ്റൊരാൾ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാറാണ്. ടാലിയും പവർ ബിൽഡറും ഔട്ട്ലുക്കുമാണ് കമ്പനിയിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെന്ന് ആദായ നികുതി വകുപ്പിന് നൽകിയ മൊഴിയിൽ സുരേഷ് കുമാർ പറയുന്നു. ഇവരോടും തിങ്കളാഴ്ച ഹാജരാകുവാനാണ് ഇഡി നിർദ്ദേശിച്ചിരിക്കുന്നത്. വീണയുടെ നിയമനം, പണം നൽകിയതിൻ്റെ ലെഡ്ജർ അടക്കമുള്ള രേഖകൾ എന്നിവ ഹാജരാക്കുവാനും ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രേഖകൾക്ക് പുറമെ മൊഴികൾ ഇഡിക്ക് മുന്നിൽ ആവർത്തിച്ചാൽ വീണയെ ചോദ്യം ചെയ്യുവാൻ പിന്നെ കാലതാമസമുണ്ടാവില്ല. ഇത് തിരിച്ചറിഞ്ഞാണ് നിസ്സഹകരിച്ചും നിയമവഴിയിലൂടെയും ഇഡി അന്വേഷണത്തെ പരമാവധി ചെറുക്കുവാൻ അണിയറയിൽ നീക്കം നടക്കുന്നത്. സമാന രീതിയിൽ പല സ്ഥാപനങ്ങളിൽ നിന്നും എക്സാലോജിക് എന്ന ഷെൽ കമ്പനിയിലേക്ക് പണം എത്തിയതുകൊണ്ടാണ് കമ്പനി തന്നെ പൂട്ടി ഈ കോഴമോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പായി കോഴമോളെ അറസ്റ്റ് ചെയ്താൽ അത് BJPക്ക് കേരളത്തിൽ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ വീണ്ടും ഈ വിഷയത്തിൽ ഇട്ട് താളം ചവിട്ടാനാണ് പദ്ധതിയെങ്കിൽ ഇത്തവണയും താമര ഒരു മൊട്ട് പോലും വിരിയാതെ കരിഞ്ഞു പോകും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.